നിനക്കിപ്പോ പനി എങ്ങനെയുണ്ട്? ഡോക്ടർ പാലുവിന്റെ മരുന്ന് കഴിച്ചപ്പോ ഇപ്പൊ കുറവുണ്ട് മാഡം. ഇപ്പൊ നല്ല സുഖം തോന്നുന്നു. സർദാറെ, നിന്റെ ഈ പനി മാറാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ അംഗീകരിക്കാം, പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എനിക്ക് പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ മുഖത്ത് ആ ന്യൂഡിൽസ് വെച്ച് നീ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ജോർദാർ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കെയർ ടേക്കർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവളുടെ പേരാണ് കോവളം കോമളവല്ലി. നിങ്ങൾ അവരെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഒരു കാര്യം പറയാം, കുടിക്കാൻ ചായ കൊടുക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കണം. അവർക്ക് ഒരു ടെൻഷനും കൊടുക്കാതെ നോക്കിക്കോണം. മേഡം, ആദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോകും. സത്യത്തിൽ അവർ ഞങ്ങളെയാണോ നോക്കേണ്ടത് അതോ ഞങ്ങൾ അവരെയാണോ നോക്കേണ്ടത്? അവരായിട്ട് തന്നെ നിങ്ങളെ നോക്കിക്കോളും. പക്ഷെ അത് നിങ്ങളെയല്ല, ജോർദാറിനെയാ. നിങ്ങൾ അവരെ ഒരു വിരുന്നുകാരെ പോലെ സൽക്കരിക്കണം, അത്രേ ഉള്ളൂ. മേഡം പേടിക്കാതെ ഓഫീസിൽ പൊക്കോളൂ, ഞങ്ങൾ ഇവിടെ ഇല്ലേ. ബൈ ബൈ ബൈ. ഞാൻ ക്ലയന്റിന്റെ വീട്ടിലെത്താൻ ഒരു കാരണവശാലും വൈകിക്കോളൂ. ഞാൻ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്താണ് ഞാൻ എത്തിയത്. എവിടെ വർക്കിന് പോയാലും എന്റെ ക്ലയന്റിന് വേണ്ടി ഞാൻ ഷാർപ്പ് ടൈമിലായിരിക്കും എത്തുന്നത്. ഞാൻ കോവളം കോമളവല്ലി. കോമളത്തിന്റെ പാന്റ് ന്യൂ ജനറേഷൻ പോലെ കീറിയിരിക്കുകയാണല്ലോ. അതോ ഇനി വരുന്ന വഴിക്ക് ഡോഗ് എങ്ങാനും കടിച്ചായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ആൾക്കാർ തന്നെയല്ലേ കടിച്ചത്. നീ പനി വന്ന് ക്ഷീണിച്ചിരിക്കുന്നോണ്ട് നിനക്കൊരു എല്ലും കഷ്ടം പോലും കടിക്കാനുള്ള ആരോഗ്യമില്ല ഇപ്പൊ. അങ്ങനെ ചെയ്താൽ നിന്റെ ഉള്ള പല്ലും കൂടി പോകും. മാഡമാണ് എന്നെ വിളിച്ചത്. കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സർദാറിനെ എന്റെ സ്വന്തം മോനെ പോലെ നോക്കിക്കോളാം, അതിലൊരു സംശയം വേണ്ട. ഒരു മിനിറ്റ്, എന്റെ മോൻ കോമളൻ വിളിക്കുന്നുണ്ട്. ഞാൻ അവരടുത്ത് സംസാരിക്കട്ടെ. എടോ, എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുമ്പോ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. ഇനി ഇത് ആവർത്തിച്ച് നെറ്റ്വർക്കിന്റെ കമ്പി ഒടിച്ച് നിന്റെ തലക്കെട്ട് തരുന്നേൻ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ മോനെ പോലെ എന്നെ നോക്കണ്ട. നിങ്ങൾ മൂന്നുപേരും സർദാറിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് അകലെ പാലിക്കണം. അതെന്താ? നിങ്ങൾ മൂന്നുപേരുടെ നിശ്വാസം സർദാറിൽ വൈറൽ ഫീവർ കൂട്ടാൻ ഇടയാക്കും. അത് അപകടമാണ്. മാത്രമല്ല, ഞാൻ എന്റെ ക്ലയന്റിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ അനുവദിക്കില്ല. കൊള്ളാലോ, ഈ കെയർ ടേക്കർ വളരെ നല്ലവരാണല്ലോ. നമ്മുടെ ജോർദാറിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതുപോലുള്ള കെയർ ടേക്കർ എല്ലായിടത്തും കിട്ടണം. എനിക്ക് തന്നെമിത്തം വേണോ? അല്ല, താറാവിനെ പിഴുകി തരട്ടെ. എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക്. എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്, നന്നായിട്ട്. നിന്നെ ഉടനെ തീ, അതായത് ഫയറിന്റെ അടുത്തേക്ക് കൊണ്ടുപോണ്ടി വരുമല്ലോ. പക്ഷെ ഇപ്പൊ ഇവിടെ എവിടുന്ന തീ? ഐഡിയ, ഞാൻ തീ കത്തിക്കാം. അപ്പൊ സർദാറിന് തണുപ്പ് മാറി നല്ല ചൂട് കിട്ടും. അയ്യോ വേണ്ട, തീ മൊത്തത്തിൽ പടരുകയാ. ഹണി, തീ അണയ്ക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്.
ഡിസംബർ മാസത്തിൽ എല്ലാവർക്കും മെയ് മാസത്തിലെ ഫീലിംഗാ ഉള്ളത്. ജോർദാറിനെ ചൂട് കൊള്ളിച്ച് കൊള്ളിച്ച് ഒരു ഹോട്ട് ഡോഗ് ആക്കി മാറ്റിയിരിക്കുക. മിക്കവാറും ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ജോർദാറെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് തലവേദന എടുക്കുന്നു. ഇപ്പൊ നോർത്തിലേക്ക് നോക്കിയാലും കണ്ണ് കറങ്ങി തിരിഞ്ഞ് സൗത്തിലേക്കാണ് വരുന്നത്. എന്റെ സോദാറെ, തല കറങ്ങുന്ന മനുഷ്യന്റെ തോന്നലാ. പനി വരുമ്പോൾ ഇതുപോലുള്ള തോന്നലുകൾ സർവ്വസാധാരണമാണ്. ഇവര് ജോർദാറിന്റെ പനി മാറ്റിയാലും ഇല്ലെങ്കിലും എനിക്ക് ഇംഗ്ലീഷിലുള്ള ഡൗട്ടൊക്കെ പെട്ടെന്ന് മാറ്റി തരും. സോദാർ, നീ ചിരിക്കരുത്. ചിരിക്കുന്ന അനുസരിച്ച് നിന്റെ തല ഇളകും. തല ഇളകിയാൽ വേർത്ത് വേർത്ത് തലനീരിറങ്ങും. തലനീരിറങ്ങി ജലദോഷം പിടിച്ചാൽ നിനക്ക് ബൗബോ എന്ന് പറയാൻ പറ്റില്ല. ബൗബോ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നിന്നെ ഡോഗി അസോസിയേഷനിൽ നിന്ന് പുറത്താക്കില്ലേ? പിന്നെ നിനക്ക് നാട് തന്നെ വിട്ട് പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നീ ചിരിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. സോർദാർ, നീ സംസാരിക്കേ. എന്താണ് മിണ്ടാത്തത്? നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? വാ അടച്ചു പിടിച്ചാ പിന്നെ അവൻ കാലുകൊണ്ട് സംസാരിക്കുവോ? അവന്റെ വായിന്നൊന്ന് കൈയെടുക്ക്, എങ്കിലല്ലേ അവന് സംസാരിക്കാൻ പറ്റൂ. കോമള മേഡം, ഇത്രയും വലിയ നിയമങ്ങളൊന്നും ജയിൽ പുള്ളികൾക്ക് പോലും ഉണ്ടാവില്ല. അവൻ ഇത്രയും കെയറിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എത്രത്തോളം കൂടുതൽ കെയർ ചെയ്യുന്നു അത്രത്തോളം വേഗം സോർദാർ സുഖമാകും. വരൂ സോർദാർ, ഞാൻ നിന്റെ രണ്ട് കയ്യിൽ കെട്ടിട്ട് തരാം. അതായത് ബാൻഡേജ് ഇട്ട് തരാം. ഒരു മിനിറ്റ്. അതിനെന്റെ കൈകളിൽ മുറിവൊന്നും പറ്റിട്ടില്ലല്ലോ. മുറിവൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ഇനി മുറിഞ്ഞെന്ന് വരാലോ. ഒരു ക്ലയന്റിനെ നന്നായി നോക്കുക എന്ന് പറയുന്നത് ഒരു കെയർ ടേക്കറിന്റെ ധർമ്മവും ഡ്യൂട്ടിയുമാണ്. ഇനിയിപ്പോ കൈയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്റെ ഫുൾ ബോഡിയിലും എന്തെങ്കിലും മുറിവ് പറ്റിപ്പോയാലോ? അതുകൊണ്ട് ദാ ഇതും കൂടി ആവാം. ജോർദാറിനെ ഞാൻ പിടിക്കാം. ഇതെല്ലാം ഈ എക്സ്ട്രാ ബാൻഡേജ് കാരണമാണ് ഉണ്ടായത്. ജോർദാറിനെ അവന്റെ അച്ഛനെ ഓർമ്മ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. സാധാരണ എല്ലാവരും അമ്മയമ്മയെന്ന് വിളിച്ച കരയാറ്. ഇവിടെ ജോർദാർ അച്ഛ അച്ഛ എന്നാ വിളിക്കുന്നത്. കോമളച്ചിയുടെ കെയറിങ് വെറൈറ്റിയാണ്. എടാ കഴുതേ, ജോർദാറിന് തണുക്കുന്നുണ്ട്, കൂടാതെ നല്ല തുമ്മലും. അയ്യോ, എന്റെ സോർദാർ വെള്ളത്തിൽ വീണോ? അയ്യോ, ഇതൊരു വലിയ പ്രശ്നമായല്ലോ. എനിക്ക് സോർദാറിനെ നന്നായി കാറ്റ് കൊള്ളിക്കണം. എയറിൽ കൊണ്ടുപോയി നന്നായി ഉണക്കിയെടുക്കണം. അതായത് ഡ്രൈ ക്ലീൻ ചെയ്യണം. മേഡം, ഇത് എന്ത് കെയർ ടേക്കറിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇതിനേക്കാളും നന്നായിട്ട് ആ വിമല കെയർ ചെയ്യുമായിരുന്നു. വിമലയോ? അല്ല, ഈ വിമല ആരാ പോട്ടെ? ആ, അത് എനിക്ക് പറഞ്ഞുകൂടാ. ആരെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ അത്ര ഓവറായിട്ട് കെയർ ചെയ്യില്ല. വരൂ, സോർദാറിന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ സോർദാറെ, നല്ല കാറ്റ് കൊള്ളാൻ നീ റെഡിയല്ലേ? പോയാലോ? വേണ്ട. ഒരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. ഞാൻ റെഡിയാണ്. ആരും പേടിക്കണ്ട. പേടി എന്നത് മനുഷ്യന്റെ തോന്നൽ മാത്രമാണ്.
നമ്മൾ ഇടിച്ചു വീഴാൻ പോവുകയാണ്. ആദ്യം രക്ഷിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ഹുയ് ഹുയ് എന്ന് പറഞ്ഞ് മേലോട്ട് പോകും. നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇതെല്ലാം എല്ലാം ഞാൻ കാരണം ഉണ്ടായത്. ഇനിയിപ്പോ എനിക്കുള്ള ശിക്ഷ പണിഷ്മെന്റ് ഒന്നേ ഉള്ളൂ. അടുത്ത 12 മണിക്കൂർ നിങ്ങൾ എല്ലാവരും ഞാൻ നന്നായി നോക്കും. അല്ല, എന്റെ ബാഗ് അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? കൊച്ചലിയ, എനിക്ക് മോളിൽ പോയിട്ട് താഴോട്ട് നോക്കിയപ്പോ തലറക്കം വന്നില്ല. പക്ഷെ ഇപ്പൊ ഇവരുടെ സംസാരം കേട്ടിട്ട് വരുന്നുണ്ട്. ഉണക്കി കിട്ടാൻ വേണ്ടി ശൂന്യാകാശം വരെ പോയി. ഇങ്ങനെയാണെങ്കിൽ നനയ്ക്കാൻ വേണ്ടി കടലിനടിയിൽ വരെ കൊണ്ടുപോകും. ഐഡിയ ജോർദാർ, നീ പറ നിന്റെ അസുഖം മാറിയെന്ന്. അങ്ങനെയാണെങ്കിൽ അവര് വന്ന വഴി തന്നെ പൊക്കോളും. പിന്നെ നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. അതിനെന്താ നുണ പറയുന്നത്? എന്റെ അസുഖങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. മോളിൽ താഴെ വന്നപ്പോ തന്നെ നല്ല സുഖം കിട്ടി. ഇപ്പൊ നോക്കിയോ, എനിക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ കഴിയും. അടിച്ചു പൊളിച്ചു തിമിർത്തു, നിന്റെ പനിയൊക്കെ പമ്പ കിടന്നു. പക്ഷെ അതിന് ഡാൻസ് കളിച്ച് കാണിക്കണ്ടായിരുന്നു. സംശയമുണ്ടോ? സർദാറിന്റെ പനിയൊക്കെ മാറി ആളിപ്പോ നന്നായല്ലോ. ഇത് കണ്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി. ഇനിയിപ്പോ എനിക്കെന്താ ഇവിടെ ജോലി? ഞാൻ എന്റെ അടുത്ത ക്ലയന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആരാ നിങ്ങൾ അടുത്ത ക്ലയന്റ്? അത് ഞാൻ വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. എടാ ദരിദ്രവാസികളെ, ഞാൻ ഇതിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് തലവേദനിക്കാൻ തുടങ്ങി. അയ്യോ സണ്ണി, ഞങ്ങള് കാരണോ നിനക്ക് തലവേദന ഉണ്ടായത്. ഞങ്ങളോട് ക്ഷമിക്കണം അല്ലേ കൂട്ടുകാരെ? നിന്റെ ഈ കാര്യത്തിന് പരിഹാരമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു കെയർ ടേക്കർ ഉണ്ട്. ഇതാ കൂടെ കൊണ്ടുപോ. ഇവരെ നിന്റെ തലവേദന പെട്ടെന്ന് മാറ്റി തരും. എന്റെ പുതിയ ക്ലയന്റിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ അവസാനിച്ചു. രക്ഷിക്കണേ, രക്ഷിക്കണേ.